കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ IAS അഴക് അളക്കുന്നതാര്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ലോക പ്രശസ്ത പെയിൻറ്റിംഗ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ മോണാലിസ? എന്താണ് മോണാലിസയുടെ കളർ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അതേപ്പറ്റി ഒരുപാട് വർണ്ണനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. കറുപ്പ് എന്ന് പറയുന്നവരുമുണ്ട്, ഇളം കറുപ്പ് എന്ന് പറയുന്നവരുമുണ്ട്. ആ ഇളം കറുപ്പ് നിറം അതല്ലേ നമ്മുടെ ശാരദാ മുരളീധരൻ്റെ നിറം? അതത്ര അഴകില്ലാത്ത നിറമാണോ? മോണാലിസ ലോകത്തെ 7 അത്ഭുതങ്ങൾ, 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ന് ഓർക്കണം. അതോ അറിയാത്ത മണ്ടന്മാരാരെങ്കിലും ആയിരിക്കാം ശാരദാ മുരളീധരനെ നിറം കറുപ്പെന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ടാവുക. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആരാണ് ഈ കാർവർണ്ണൻ? നിങ്ങൾക്കറിഞ്ഞുകൂടെ കാർവർണ്ണനെ? സർവസൃഷ്ടി സ്ഥിതി ലയകാരകനായിട്ട് ഹിന്ദു സമൂഹം മുഴുവൻ ആദരിക്കുന്ന ഈശ്വരനല്ലേ കാർവർണ്ണൻ? കാർവർണ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ നിറം? മഴക്കാറിൻ്റെ നിറം. കറുപ്പല്ലേ സുഹൃത്തുക്കളെ മഴക്കാറിൻ്റെ നിറം? ആ മഴക്കാറിൻ്റെ നിറമുള്ള കാർവർണ്ണൻ അഴകില്ലാത്തവനാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കവി, ഏതെങ്കിലും ചിത്രകാരൻ? ആർക്കും പറയാൻ കഴിയില്ല. കാരണം കാർവർണ്ണൻ അഴകിൻ്റെ വർണ്ണമാണ്. അതുകൊണ്ട് കറുപ്പിനേഴഴക് എന്ന ആപ്തവാക്യം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുമാത്രവുമല്ല, വേറെ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. എന്താണത്? ബ്യൂട്ടി ഈസ് സ്കിൻ ഡീപ്പ്. തൊലിയുടെ നിറമല്ല സൗന്ദര്യം. ആ സൗന്ദര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്കകത്ത് അന്തർലീനമായിരിക്കുന്ന സിദ്ധികൾ, അവർ മറ്റുള്ളവരെ എങ്ങനെ പ്രകാശിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ സ്വയം എങ്ങനെ പ്രകാശിക്കുന്നു, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യം നിലകൊള്ളുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ശാരദാ മുരളീധരൻ അഴക് കുറഞ്ഞവളാണ് എന്ന്? എനിക്ക് അവരോട് ഒത്തു പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശാരദാ മുരളീധരനെ ഒരു വലിയ അളവ് വരെ, പൂർണ്ണമായും എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എപ്പോഴാണെന്നല്ലേ സുഹൃത്തുക്കളെ, ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഒരു പ്രോജക്റ്റ്, ഒരു വലിയ പ്രോജക്റ്റ് ചെയ്തു. പ്രോജക്റ്റിൻ്റെ പേര്, അതായത് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിനെ പറ്റിയുള്ള പ്രോജക്റ്റായിരുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെ ഞാൻ സ്വയം നടന്നല്ല, കാറിലാണ് പോയത് കേട്ടോ, ഡ്രൈവറെ വെച്ച്. ജില്ലകളിലൂടെ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് കണ്ട്, ഈ കേരളത്തിലെ എവിടെയുള്ള കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ഓണേഴ്സും അതുകൊണ്ട് എന്നെ അറിയും. അങ്ങനെ പോയി ഒരു പ്രോജക്റ്റ് ചെയ്തു എന്ന് പറയണത് ആ പ്രോജക്റ്റിനെ പറ്റി പൊക്കാൻ വേണ്ടിയല്ല കേട്ടോ. ആ പ്രോജക്റ്റ് ഞാൻ ചെയ്യുമ്പോൾ കുടുംബശ്രീ ഡയറക്ടറായിരുന്നു ശാരദാ മുരളീധരൻ. അപ്പം ശാരദാ മുരളീധരൻ്റെ അടുത്ത് ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ ആ മേഖലയോട് ഏറ്റവും അടുപ്പം സ്ഥാപിച്ചിട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട IASകാരെ പറ്റി അറിവ് കിട്ടുന്നു. അതായത് ശാരദാ മുരളീധരൻ അതിൻ്റെ ഡയറക്ടറായി വരുന്നതിന് മുൻപ് തന്നെ ആ രംഗത്ത് നിലയുറപ്പിച്ച് അതിനെ ശക്തിപ്പെടുത്തിയ, കുടുംബശ്രീയെ ശക്തിപ്പെടുത്തിയ ചില IASകാർ ആരൊക്കെയായിരുന്നു? SM വിജയാനന്ദ്. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം കുടുംബശ്രീ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ TK ജോസ്, അദ്ദേഹം ഈ കുടുംബശ്രീക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള, അധ്വാനിച്ചിട്ടുള്ള ഒരു അങ്ങനെയുള്ളവരെ പറ്റിയും അവർ ചെയ്തിട്ടുള്ള സേവനങ്ങളെ പറ്റിയും ഒക്കെ ശാരദാ മുരളീധരനിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഏതൊക്കെ തരത്തിലായിരിക്കണം നമ്മൾ ഡേറ്റ എടുക്കേണ്ടത്, എവിടെയൊക്കെ മൈക്രോ എൻ്റർപ്രൈസസ് കാണണം, ഏത് തരത്തിലുള്ള, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് താൻ ഉൾപ്പെടുന്ന ആ മേഖലയെപ്പറ്റി വളരെ കൃത്യമായി അറിവ് പുലർത്തുന്ന, അതായത് അറിയാൻ ശ്രമിക്കുന്ന, ഈ സംസ്ഥാനത്ത് ഓടി നടന്ന് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിനെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഒരു എന്താ പറയുക, വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു IASകാരിയാണെങ്കിൽ തൻ്റെ ഓഫീസിലിരുന്നാൽ മതി. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ശാരദാ മുരളീധരൻ. അവർ
ഈ എല്ലാ കുടുംബശ്രീകളെ പറ്റിയും ഓരോ ജില്ലയിലെയും അതിൻ്റെ പ്രവർത്തനം എങ്ങനെ, ഇക്കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിക്കുന്ന ഒരു IAS കാരിയായിട്ടാണ് എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അവരുടെ കളർ എന്ത് എന്ന് ഞാൻ ആലോചിച്ചിട്ടേയില്ല. അന്ന് മുതൽ ഇന്ന് വരെ ശാരദാ മുരളീധരനെ പറ്റി വളരെ മിടുക്കിയായ ഒരു IAS ഓഫീസർ എന്ന ധാരണയാണ്. അതുപോലെ അതായത് ചോദിക്കുന്ന ഏത് കാര്യത്തെ പറ്റിയും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉത്തരം തരുന്ന ഒരു IAS കാരി, അങ്ങനെയുള്ള ഒരു ഓഫീസറെ, അതായത് താൻ ഇരിക്കുന്ന ഓഫീസിൻ്റെ ഏത് കാര്യത്തെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചാലും കൃത്യമായി ഉത്തരം പറയുന്ന IAS കാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഓർക്കണം. പല ഓഫീസേഴ്സും റിട്ടയർ ചെയ്ത്, അതായത് ഓഫീസിന് IAS ഓഫീസല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടൊക്കെ റിട്ടയർ ചെയ്യുന്ന ക്ലർക്കായിട്ട് കയറി പ്രൊമോഷൻ വഴി ഡെപ്യൂട്ടി സെക്രട്ടറി വരെയൊക്കെ ആയി കയറുന്ന പല സുഹൃത്തുക്കളും എനിക്കുണ്ട്. അങ്ങനെ റിട്ടയർ ചെയ്ത് അവർ പറയണ ഇതുവരെ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ സെക്ഷനിൽ ചെല്ലും, അവിടെ ചെയ്യേണ്ടത് അങ്ങ് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തു എന്നറിയില്ല. അതല്ലായിരുന്നു ശ്രീ ശാരദാ മുരളീധരനിൽ നിന്ന് ഞാൻ പഠിച്ചത്. അവര് എന്ത് ചെയ്യുന്നുവോ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വനിതാ രത്നമായിരുന്നു. അങ്ങനെയുള്ള വനിതാ രത്നങ്ങളെ നമുക്ക് ആർക്കെങ്കിലും അഴകിൻ്റെ പേരിൽ, എന്തഴകാണ്, അതാണ് അഴക്. തൻ്റെ ഓഫീസിൽ തൻ്റെ കാര്യക്ഷമത പ്രകടിപ്പിച്ച് വളരെ നന്നായി നല്ല നൈപുണിയോടുകൂടി ആ ഓഫീസിനെ വളർത്തിക്കൊണ്ടുവരുന്ന, അതാണ് അഴക് എന്ന് പറയാം. അതാണ് ബ്യൂട്ടി സ്കിൻ ഡീപ്പ് എന്ന് പറയുന്നത്. അത് അവരുടെ അന്തർലീനമായ ഗുണമാണ്. എവിടെ ചെന്നാലും അവർ നല്ല മിടുക്കിയാകും. ആ മിടുക്ക് വീടിനകത്തും അവർ കാണിക്കുന്നു എന്നുള്ളതാണ് മക്കളും ഒക്കെ പറയുന്ന അഭിപ്രായങ്ങളെ പറ്റി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് അവർ വീടിനകത്ത് വളരെ കഴിവുള്ള മിടുക്കിയായ ഒരമ്മ, സ്നേഹനിധിയായ ഒരമ്മ, അതുപോലെ തന്നെ പുറത്ത് താൻ ചെയ്യുന്ന ജോലിയോട് 101% കൂറ് പുലർത്തുന്ന പിന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ. അതാണ് അവരുടെ പ്രത്യേകത, അതാണ് അവരുടെ അഴക്. ആ അഴകിനെയാണ് ബ്യൂട്ടി സ്കിൻ ഡീപ്പ് എന്ന് എല്ലാവരും പറയുന്നത്. അങ്ങനെയുള്ള ഒരു അഴകാണ് നമ്മുടെ മൊണാലിസ. മൊണാലിസ 7 വണ്ടേഴ്സിൽ ഒന്നാണ് എന്ന് കൂടി ഓർക്കണം. ഇത് ഒരു ശാരദാ മുരളീധരന്റെ മാത്രം കഥയല്ല കേട്ടോ. ഇതെല്ലാം ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു ചെറിയ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്തതിന് ശേഷം എൻ്റെ അമ്മ 70 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണിൻ്റെ കാറ്ററാക്ട് ഓപ്പറേഷന് വേണ്ടി വയനാട് ജില്ല, നോർത്ത് വയനാടാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ഇവിടെ കബനിയുടെ തീരത്താണ് എൻ്റെ വീട്, നോർത്ത് വയനാട്. അവിടെ നിന്ന് ഇവിടേക്ക് കണ്ണ് ഓപ്പറേഷന് ജനറൽ ഹോസ്പിറ്റലിൽ തിമിരത്തിൻ്റെ ഓപ്പറേഷന് വേണ്ടി വന്നു. അങ്ങനെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ അമ്മ വീട്ടിലിരിക്കുമ്പോൾ, അന്ന് ഞാൻ വിമൻസ് കോളേജ്, ഗവൺമെൻറ് വിമൻസ് കോളേജ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തിരുവനന്തപുരം. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് എന്നെയല്ല എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു. അമ്മ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസം വിശ്രമം. അന്ന് ലേസർ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, സാധാരണ ഉള്ള ശസ്ത്രക്രിയയേ ഉള്ളൂ. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് കാണാൻ വന്നത്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ടീച്ചർ എല്ലാവരുടെയും കൂടെ പറയാണ്, അയ്യോ മേരിയുടെ അമ്മയെ കണ്ടാൽ ഒരു രാജ്ഞിയെ പോലെ ഇരിക്കുന്നു, ഈ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മകളുണ്ടായി എന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അമ്മ മാത്രം വിചാരിച്ചാൽ മകൾ ഉണ്ടാവില്ലല്ലോ, മകളോ മകനോ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചിരിച്ചു. അപ്പം എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു, ഒരു ടീച്ചർ രാജ്ഞിയുടെ സൗന്ദര്യത്തിലല്ല വിലസേണ്ടത്, അവരുടെ അറിവ് കൊണ്ടും പഠിപ്പിക്കാനുള്ള മികവ് കൊണ്ടുമാണ്. ആ കാര്യത്തിൽ ടീച്ചറിൻ്റെ അടുത്ത് ഏതെങ്കിലും കുട്ടികൾ എന്നെ പറ്റി കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ സോറി, അങ്ങനെയൊന്നും വിചാരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, അമ്മ ഇത്ര സുന്ദരിയായിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചാണ്, അതിൻ്റെ അടുത്ത് താൻ വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ കഥ അവിടെ തീരുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിറമാണ് ചിലരെ സംബന്ധിച്ച് സൗന്ദര്യം, പക്ഷേ അല്ല. ബ്യൂട്ടി സ്കിൻ ഡീപ്പ് എഴുതിയ ആ മഹാരഥൻ യഥാർത്ഥത്തിൽ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം യഥാർത്ഥ സൗന്ദര്യം എന്ത് എന്ന് കണ്ടിരുന്നു. അതുപോലെ മൊണാലിസയെ അങ്ങനെ വരച്ചു വെച്ച് 7 വണ്ടേഴ്സിൽ ഒന്നാക്കി വരച്ച ലിയനാർഡോ ഡാവിഞ്ചിയും ഒരു മഹാരഥനായിരുന്നു. ബുദ്ധിമാനായ, സൗന്ദര്യത്തെ കൃത്യമായി എല്ലാ അളവുകൾ കൊണ്ടും അളന്നു പഠിച്ച ഒരു മഹാരഥനായിരുന്നു. നമുക്കും സൗന്ദര്യത്തെ
അങ്ങനെ അളന്ന് പഠിക്കാം. കറുപ്പിലോ വെളുപ്പിലോ അല്ല സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറയുന്നത് ആഴത്തിലാണ്. അത് ബ്യൂട്ടി ഈസ് സ്കിൻ ഡീപ്പ് എന്ന് തന്നെ നാം മനസ്സിലാക്കണം. അതനുസരിച്ച് ബ്യൂട്ടിയെ നാം ഡിഫൈൻ ചെയ്യണം. നമ്മുടെ മക്കൾക്കും ആ ഡെഫിനിഷൻ ഉൾക്കൊള്ളാനാവണം.